അല്ല, എന്തൊരു വെപ്രാളം അങ്ങേക്കിത്. അങ്ങ് മിക്കവാറും ഇപ്പൊ രാത്രി 9 മണിക്ക് മുമ്പ് ഈ കേസ് തീർപ്പ് കൽപ്പിച്ച് വിടുമല്ലോ. അങ്ങയുടെ ചോദ്യം നിഷ്കളങ്കമല്ലാത്തിടത്തോളം കാലം അതിന്റെ പ്രതികരണം അങ്ങനെ തന്നെയായിരിക്കും. ഗോപൻ, SIT വളരെ ശക്തമായി ചടുലമായി നല്ല നിലയ്ക്ക് അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് CPM-ഉം സർക്കാരുമായി ബന്ധപ്പെട്ടവരൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി, അത് അങ്ങനെ തന്നെ മുഖവിലെടുക്കാം. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് തന്ത്രിക്കെതിരായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ SIT പരാജയപ്പെട്ടു പോയത്? ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഗുരുതരമായ ആക്ഷേപങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അതിൽ ആദ്യം അങ്ങ് പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. SIT-യുടെ അന്വേഷണത്തെ CPM-ഉം സർക്കാരും ശക്തമായി പിന്തുണച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ആരാണോ SIT-യുടെ നേതൃത്വ പദവി അല്ലെങ്കിൽ മോണിറ്ററിങ്, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ഒരു ഘട്ടത്തിലും SIT-യെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഡിവിഷൻ ബെഞ്ച് കുറ്റപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, അവർക്ക് സമയം നീട്ടിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ SIT പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ്, സർക്കാരിൻ്റെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും അല്ല. അതുകൊണ്ട് സർക്കാരിനെ ബന്ധപ്പെടുത്തി പറയേണ്ട ഒരു കാര്യമേ അല്ല അത്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്, ബഹുമാനപ്പെട്ട തന്ത്രി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും പ്രശ്നങ്ങളുമാണ്. ഏത് കേസിലാണ് നമ്മുടെ നാട്ടിലെ ലോകത്തെല്ലായിടത്തും കേസിലകപ്പെടുന്നവർ ഞങ്ങൾ ഇങ്ങനെ കുറ്റം ചെയ്തു എന്ന് പരസ്യമായി അംഗീകരിച്ച് സാധാരണഗതിയിൽ പ്രത്യക്ഷപ്പെടാറില്ല. അവരതിനൊരു കാരണം കണ്ടുപിടിക്കും. ഇവിടെ പൊളിറ്റിക്കലാക്കാനാണ് അദ്ദേഹം നോക്കിയത്. ഇത് പൊളിറ്റിക്കലാക്കാൻ, രാഷ്ട്രീയമാക്കാൻ തന്ത്രി ശ്രമിക്കരുതായിരുന്നു. കാരണം തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യമല്ല. തന്ത്രി അങ്ങനെ ചെയ്തതിൻ്റെ കാര്യം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തെ താൻ എതിർത്തു, അതിൻ്റെ പേരിൽ ഗവൺമെൻറ് അദ്ദേഹത്തോട് പക തീർത്തതാണ്. എങ്ങനെ നിലനിൽക്കുന്ന വാദമാണിത്? സ്ത്രീ പ്രവേശനം നടന്നിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് തന്ത്രിയെ ബന്ധപ്പെടുത്തി ഏതെങ്കിലും ഒരു കേസിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിവാദത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന ഒന്നാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ടവർ അറസ്റ്റിലായി, മുൻ ജനപ്രതിനിധികൾ അറസ്റ്റിലായി, ഉദ്യോഗസ്ഥർ പലരും നല്ല തോതിൽ അറസ്റ്റിലായി. അങ്ങനെ ശബരിമലയിലെ ആചാര്യസ്ഥാനീയനായ തന്ത്രിയിലെ 10-20 വർഷക്കാലത്തെ അവിടുത്തെ ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പങ്കും കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് SIT-യുടെ അന്വേഷണത്തിൽ തന്ത്രി കുറ്റക്കാരനായി. നിങ്ങൾ പലരും പറയുന്നത് കേട്ടാൽ തോന്നും തന്ത്രിയെ കോടതി കുറ്റവിമുക്തനാക്കിയെന്ന്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയാണ് ചെയ്തത്. ഒരു കൊലപാതക കേസുണ്ടായി, പ്രതികൾക്ക് ജാമ്യം കിട്ടി പുറത്തു പോയാൽ അവർ കൊലപാതക കേസിൽ പ്രതികളോ അവർ നിരപരാധികളോ ആണെന്ന് കോടതി പറയുന്നില്ല. അത് കുറ്റപത്രം സമർപ്പിച്ച് അതിനുശേഷം ഉണ്ടായെന്ന ട്രയലിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ വിജിലൻസ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ജാമ്യം കൊടുത്തിരിക്കുന്നത് ഈ കേസ് കേൾക്കുന്ന ഡിവിഷൻ ബെഞ്ചല്ല, പക്ഷേ അത് നിലനിൽക്കുന്ന ജാമ്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പുറത്താക്കപ്പെട്ടത്. അപ്പോൾ ഇത് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാനുള്ള കാരണം ഇന്ന് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബന്ധപ്പെട്ടത് BJP നേതൃത്വമായിട്ടാണ്. BJP-യുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ശ്രീധരൻപിള്ള സാറുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. ശ്രീധരൻപിള്ള സാറാണ് ഉപദേശം കൊടുത്തത്, നിങ്ങൾ നടയടച്ച് നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് ഉപദേശം കൊടുത്തു എന്ന് അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ BJP-യുടെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ തന്ത്രി ശ്രമിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹം രാഷ്ട്രീയക്കാരനാണോ? അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? തന്ത്രിയെ പോലുള്ള ഒരാൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാം, ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ. പാർട്ടി പൊളിറ്റിക്സ് അത്തരം സ്ഥാനത്തിരിക്കുന്നവർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണോ? അപ്പോൾ ഒരു പാർട്ടിയെ ബന്ധപ്പെടുത്തി BJP-യുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും BJP-യുടെ അഡ്വൈസ് വാങ്ങിക്കുകയും ചെയ്ത ഒരാളെന്ന തരത്തിൽ ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. തന്ത്രിയെപ്പോലുള്ള ആളുകൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. കാരണം ഗവൺമെൻറ് അല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഗവൺമെൻറ് ആരെ അറസ്റ്റ് ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ യാതൊരു ഉത്തരവാദിത്വവും സർക്കാരില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ അറസ്റ്റിലായാൽ തന്നെ നിങ്ങൾ പറയാറുണ്ട് നിങ്ങളുടെ ഗുണം കൊണ്ടല്ല, അത് SIT-യുടെ ഗുണം കൊണ്ട്. SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെയാണെങ്കിൽ തന്ത്രി അറസ്റ്റ് ചെയ്യാൻ SIT-ക്ക് സർക്കാർ നിർദ്ദേശം കൊടുത്തോ? സർക്കാരിന് അതിന് അധികാരമുണ്ടോ? SIT അതിന് കീഴ്പ്പെട്ടാണോ പ്രവർത്തിക്കുന്നത്? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ശ്രീ PK ഗോപൻ. തന്ത്രി അല്ലാതെ ഇപ്പൊ 16-ാം പ്രതിയാണ് തന്ത്രി. ഈ കേസിൽ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർ ഒരുപാട് അറസ്റ്റിലായിട്ടുണ്ട്, രാഷ്ട്രീയവുമായി ബന്ധമുള്ള ആളുകൾ ഒരുപാട് അറസ്റ്റിലായിട്ടുണ്ട്, നേരിട്ട് രാഷ്ട്രീയക്കാരായവർ അറസ്റ്റിലായിട്ടുണ്ട്, ജനപ്രതിനിധികളായിരുന്നവർ അറസ്റ്റിലായിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. തന്ത്രിയല്ലാതെ ആരെങ്കിലും സ്വാഭാവിക ജാമ്യം കിട്ടേണ്ട കാലയളവിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജാമ്യം കിട്ടി പലരും പുറത്തിറങ്ങി. പക്ഷെ തന്ത്രിയല്ലാതെ ആരെങ്കിലും 41 ദിവസത്തിനുള്ളിൽ ഈ കേസിൽ വ്യക്തമായ തെളിവുകളില്ല എന്ന് ആ കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും പ്രതി ഈ കേസിൽ പുറത്തിറങ്ങിയിട്ടുണ്ടോ തന്ത്രിയല്ലാതെ? അങ്ങ് ഉന്നയിച്ച ഈ വാദം
ഗവൺമെന്റിന്റെ പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണെന്ന് പറയാൻ എന്ത് ബലമാണ് അങ്ങയുടെ വാദത്തിനുള്ളത്? ഞാൻ ചോദിച്ച ചോദ്യമാണ്. ചോദ്യത്തോട് ഈ തന്ത്രി അല്ലാതെ മറ്റാരെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടോ? തന്ത്രി അല്ലാതെ മറ്റാരെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ 41 ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടോ? അതിനകത്ത് തർക്കമില്ലല്ലോ. ഇല്ല, തന്ത്രിയേ ഉള്ളൂ. അത് ശരിയാണല്ലോ. അതൊരു ഫാക്ടിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, അതിന് തർക്കമുള്ള കാര്യമല്ലല്ലോ. യെസ്, അതൊരു ഫാക്ട് ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? SITക്ക് എന്തുകൊണ്ട് തെളിവുകൾ ഹാജരാക്കാനായില്ല? ഗുരുതരമായ ആക്ഷേപങ്ങളായിരുന്നു തന്ത്രിക്കെതിരെ ഉന്നയിച്ചിരുന്നത്, അല്ലെ? വിൽഫുള്ളി അദ്ദേഹം ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തു. അദ്ദേഹം മഹസറിൽ ഒപ്പുവെച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ തടയാമായിരുന്നു ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന. അദ്ദേഹം അത് ചെയ്തില്ല, മൗനാനുവാദം നൽകി. എന്ന് വെച്ചാൽ പോറ്റി അടക്കമുള്ളവരുമായി ചേർന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ള വാദങ്ങളായിരുന്നു SIT നിരത്തിയിരുന്നത്. അതിന് തെളിവ് ഹാജരാക്കുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ഡ്യൂട്ടിയാണ്. അതെങ്ങനെ പരാജയപ്പെട്ടു? അല്ല, ശ്രീ മുഹമ്മദ് റാഷിദ്, അങ്ങ് പറയുന്നത് ഇത് SITക്ക് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തെളിവ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ SIT ഇത്തരം തെളിവുകളെല്ലാം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നിടത്ത് ഇത് SITക്ക് റോളില്ലെന്നല്ല. SITയുടെ പേരിൽ പ്രോസിക്യൂഷന്റെ വാദം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കേസ് പ്രധാനമായിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ചിന് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്യില്ല. അപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും SITക്ക് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഒന്ന്. രണ്ട്, SITയുടെ കാര്യത്തിൽ സർക്കാരിന് കൺട്രോൾ ഇല്ലെന്നുള്ളത് രാഷ്ട്രീയമായ ആരോപണം മാത്രമാണ് സർക്കാരിന്റെ കൺട്രോൾ. അത് എപ്പോഴാണ് ആരോപണം വരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഗവൺമെന്റിന് അനുകൂലമായി ആരെങ്കിലും പ്രവർത്തിക്കുന്നവർ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ SITക്ക് ഇതിൽ ഗവൺമെന്റിന് റോളില്ല എന്ന് പറയുകയും തിരിച്ചാണെങ്കിൽ ഗവൺമെന്റ് റോൾ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നവർ ഇരട്ടത്താപ്പ് അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് SITക്കുള്ള ഞാൻ തെളിവിന്റെ വാദത്തിലേക്ക് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ രാത്രി ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒന്നല്ല SITയുടെ തെളിവുകളെ സംബന്ധിച്ച്. നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. കോടതി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയാം. കോടതി ജാമ്യ ഉത്തരവിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ ശ്രീ PK ഗോപൻ. തെളിവിന്റെ ഒരു തരി പോലും SITക്ക് അദ്ദേഹത്തിന്റെ ജാമ്യം തടയുന്നതിന് വേണ്ടി അപ്പൊ തെളിവിന്റെ ഒരു തരി പോലും SITക്ക് അദ്ദേഹത്തിന്റെ ജാമ്യം തടയുന്നതിന് വേണ്ടി ആ കോടതിയിൽ വെക്കാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയിൽ. അവിടെയും കൊടുത്തോട്ടെ, റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ടല്ലോ. ഇടക്കാല റിപ്പോർട്ടുകൾ അവിടെ സമർപ്പിക്കുന്നുണ്ടല്ലോ. അവിടെ സമർപ്പിച്ചോട്ടെ, അതിൽ തെളിവുകൾ വെച്ചോട്ടെ, ആ ബെഞ്ചിന് ബോധ്യപ്പെടുന്ന വിധത്തിൽ SIT പ്രവർത്തിച്ചോട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ എന്തുകൊണ്ട് ഈ ജാമ്യം തടയാൻ SITക്ക് കഴിഞ്ഞില്ല? അതിനുതകുന്ന തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് SITയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. താങ്കൾ ഇനി ഡിവിഷൻ ബെഞ്ച് ഉണ്ടല്ലോ, ഹൈക്കോടതിയിലാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഇവിടെയും കൊടുക്കണം, ജാമ്യം തടയണം, അത്ര ബോധ്യമുണ്ടെങ്കിൽ. പക്ഷെ അത് എന്തുകൊണ്ട് പറ്റിയില്ല? അപ്പൊ അത് പരാജയമാണോ അല്ലയോ? എന്തൊരു വെപ്രാളോ അങ്ങേക്കത്. അങ്ങ് മിക്കവാറും ഇപ്പൊ രാത്രി 9 മണിക്ക് മുമ്പ് ഈ കേസ് തീർപ്പ് കൽപ്പിച്ചു വിടുമല്ലോ നമ്മുടെ സ്വർണ്ണ. താങ്കൾ ചോദ്യത്തെ പരിഹസിക്കാതെ മറുപടി ഉണ്ടെങ്കിൽ ഇത്രയും സ്പീഡൊന്നും വേണ്ട. ഇങ്ങനെ തീർപ്പ് അല്ല മറുപടി എനിക്ക് കഴിയുന്ന മറുപടിയല്ലേ ഞാൻ പറയും. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മറുപടി പറയാനാണോ ഞാൻ വന്നിരിക്കുന്നത്? എന്തോ നിങ്ങൾ പറഞ്ഞോണ്ട് പരിഹസിക്കുകയാണെങ്കിൽ താങ്കളുടെ വാദങ്ങളെ ഞാനും അതുപോലെ ഇരുന്ന് പരിഹസിച്ചാൽ താങ്കൾക്ക് സ്വീകാര്യമായിരിക്കും. അപ്പൊ അതൊരു മര്യാദയുടെ ഭാഷയാണ്. അത് താങ്കൾ കീപ്പ് ചെയ്യും. നിങ്ങൾ പറയാൻ സമ്മതിക്കത്തില്ല. അല്ല ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറയാൻ സമ്മതിക്കില്ല. അങ്ങനെ വന്നാൽ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുക എന്ന സാധാരണ ശീലിക്കുന്ന ശീലം ചെയ്യേണ്ടി വരും. നിങ്ങൾ ഒരു കാരണവശാലും മറുപടി പറയാൻ സമ്മതിക്കില്ല. മറുപടി ആവശ്യമില്ല. താങ്കൾ എന്റെ ഒരു ഇടപെടലോ ചോദ്യമോ ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് താങ്കളോട് ചോദ്യം ചോദിക്കുന്നത്. ഇതൊരു ചോദ്യോത്തര വേദിയാണ് ശ്രീ PK ഗോപൻ. ഇവിടെ ചോദ്യങ്ങൾ നേരിടുമ്പോൾ താങ്കൾ ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. അസഹിഷ്ണുത. അവിടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി ചെയ്യുക, ചോദ്യകർത്താവിനെയോ ചോദ്യത്തെയോ പരിഹസിക്കാണ്ടിരിക്കുക, മറുപടി പറയുക. നമ്മൾ അങ്ങനെയല്ലേ ശരിയായ രീതിയിൽ ചർച്ച നടത്തുക? 8-7 വരെ താങ്കളെ ഞാൻ ഇടപെടാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് താങ്കൾ പറയുന്നത് തുടക്കത്തിലേ ഇടപെടുന്നു, വിഷമിപ്പിക്കുന്നു എന്നൊക്കെ. അതെങ്ങനെയാണ് ശരിയാവുക ശ്രീ PK ഗോപൻ? സത്യസന്ധമായി സംവദിക്കും. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ സാർ? അതാദ്യം പറ. നിങ്ങൾക്കിത് ഈ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണോ? നിങ്ങൾ പരിഹാസത്തിന്റെ പ്രശ്നങ്ങളും ചോദ്യത്തിന്റെ പരിഹാസമൊക്കെ പറയുമ്പോൾ എത്ര ദുസ്സൂചനയോടുകൂടിയുള്ള ചോദ്യങ്ങളായിട്ട് അങ്ങ് വരുന്നത്. അങ്ങയുടെ ചോദ്യം നിഷ്കളങ്കമല്ലാത്തിടത്തോളം കാലം അതിന്റെ പ്രതികരണം അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. SITയുടെ കാര്യത്തിൽ നിങ്ങൾ ഗവൺമെന്റിനെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നതാണ് അതിന്റെ ദുസ്സൂചന. അത് ദുസ്സൂചന തന്നെയാണ്. രാഷ്ട്രീയമായി ഈ പ്രശ്നത്തെ ഗവൺമെന്റിന്റെ പേരിൽ കൊണ്ടുവെക്കാൻ തന്ത്രി നടത്തിയ ഒരു പരിശ്രമമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം എന്താ? ശബരിമല സ്ത്രീ പ്രവേശത്തെ എതിർത്തതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ?
ഗവൺമെന്റ് ഇടപെട്ട് അറസ്റ്റ് ചെയ്യിച്ചു എന്നാ. നിങ്ങൾ ആ പോയിന്റ് ചർച്ച ചെയ്യും. ഗവൺമെന്റ് ഇടപെട്ടാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? ഗവൺമെന്റ് ഇടപെട്ടാണോ ആരെങ്കിലും റിലീസ് ചെയ്തത്? ഗവൺമെന്റ് ഇതിൽ റോളില്ലെന്ന് കൃത്യമായിട്ട് കോടതി നിരീക്ഷിച്ചതല്ലേ? കോടതിയല്ലേ പറഞ്ഞ് ഇത് നിഷ്പക്ഷ അന്വേഷണമാണ് നടക്കുന്നത്? നിങ്ങൾ മാധ്യമങ്ങളെ ഒരു ദിവസം കോടതി നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചില്ലേ? നിങ്ങൾ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് നടത്തിക്കൊണ്ട് പല പ്രഖ്യാപനങ്ങളെയും മാധ്യമങ്ങളെ വിമർശിച്ചില്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി? അതുപോലെ പിന്നെ മറ്റ് പല കേന്ദ്രങ്ങളെ വിമർശിച്ചില്ലേ? കോടതിയുടെ നിരീക്ഷണത്തിലാണെന്നും കോടതി SIT വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഒന്നാമതായിട്ട് അംഗീകരിക്കണം. രണ്ടാമത് ജാമ്യവുമായി ബന്ധപ്പെട്ട തെളിവുകളാണ്. അതിൽ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, തന്ത്രി ഇവിടെ യാതൊരു കാരണവശാലും കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല. തന്ത്രി ഈ കേസിൽ നിന്ന് കേസ് കോഷ് ചെയ്തോ? ഏതെങ്കിലും കോടതിയിൽ പോയി എന്നെ ഇതിന്റെ പ്രതിസ്ഥാനത്ത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തന്ത്രി ഒരു വിധി വാങ്ങിച്ചുകൊണ്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്? പിന്നെ എന്ത് ലോജിക്കൽ അങ്ങ് പരിഹാസം എന്ന് പറയുന്നത്? അല്ല, ഞാൻ താങ്കളോട് എന്റെ ചോദ്യത്തെ താങ്കൾ പരിഹസിക്കേണ്ട എന്നേ പറഞ്ഞുള്ളൂ. താങ്കൾക്ക് ചോദ്യത്തിന് ഇത് പറഞ്ഞ പോലെ മറുപടി പറയാം, താങ്കളുടെ ഭാഗം പറയാം, സർക്കാരിന്റെ ഭാഗം പറയാം, സർക്കാരിന്റെ ഈ കാര്യത്തിലെ പേഴ്സ്പെക്റ്റീവ് അവതരിപ്പിക്കാം. അതിനാണല്ലോ താങ്കളോട് വന്നിരിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഞാൻ താങ്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും കേൾക്കാൻ താല്പര്യപ്പെടുന്നതും ഞാൻ ചോദിക്കുന്നതും ആ ഉത്തരം തന്നെയാണ്. പക്ഷേ ആ ചോദ്യം ചോദിക്കുക എന്നുള്ള ചോദ്യത്തെ തന്നെ പരിഹസിക്കുന്ന തരത്തിലുള്ള മറുപടി ഉണ്ടാകുമ്പോൾ ഞാൻ സ്വാഭാവികമായും ഇടപെടും. അതിപ്പോ താങ്കളുടെ മറുപടിയെ, താങ്കളുടെ വ്യക്തിപരമായ അവതരണ രീതിയെ അല്ല, താങ്കളുടെ ഇടപെടലുകളെ ഇല്ല, അതൊക്കെ താങ്കളുടെ വ്യാഖ്യാനം മാത്രമാണ്. താങ്കളുടെ വ്യാഖ്യാനം മാത്രമാണ്. താങ്കൾക്ക് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള വ്യാഖ്യാനം മാത്രമാണ്. അല്ല, താങ്കൾ അങ്ങനെ വ്യാഖ്യാനിച്ചു പോകാൻ വേണ്ട. താങ്കൾ അങ്ങനെ വ്യാഖ്യാനിച്ചു പോകണ്ട. എന്റെ മറുപടി കൂടെ അവിടെ കിടന്നോട്ടെ. താങ്കൾ പറയുമ്പോൾ എന്റെ മറുപടി കൂടെ അവിടെ കിടന്നോട്ടെ. താങ്കളുടെ ദുർവ്യാഖ്യാനത്തിന് ഞാൻ മറുപടി പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ല, താങ്കൾ ഇതിനകത്ത് ചോദ്യകർത്താവാണ്. ദയവായി ഞങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ആ മറുപടി ക്ലാരിറ്റിയോടുകൂടി പറയാനുള്ള അവസരം തരാതെ ഞങ്ങൾ മറുപടിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിന്റെ പുറത്ത് 10,000 ചോദ്യങ്ങളുമായിട്ട് വരികയും അതിൽ അതിവേഗത, അത്രയും സ്പീഡിൽ ഇപ്പൊ തന്നെ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്ന രൂപത്തിൽ ഉള്ള ആവേശം സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് സ്വീകാര്യമെങ്കിൽ സ്വീകരിക്കുക. ഏതായാലും താങ്കൾ പറഞ്ഞ പോലെ ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റ് അതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ തർക്കം ഇവിടെ വിടുന്നു.